ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. നാടൻ കോഴിയുടെ കറിയാണ് ഇത്. ആദ്യം തന്നെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവാളയും പച്ചമുളക് കീറിയതും കൊണ്ടിട്ട് വാട്ടണേ. ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ്റെ നെയ്യും കൂടെ എടുത്തിട്ട് വാട്ടുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഉരുകി അതിൻ്റെ അകത്തോട്ട് ഇറങ്ങും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഇത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുത്തിട്ട് അതിന് നടുക്കൊരു കുറച്ച് സ്ഥലം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എണ്ണ അങ്ങോട്ട് ഇറങ്ങും. അതിനകത്തോട്ട് കുറച്ചും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ടത്. മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച്, എന്നിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ചിക്കൻ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തേ. ഇപ്പോഴേ നമ്മൾ ചിക്കൻ ഇടുന്നത് എന്താ കുറച്ച് കഴിഞ്ഞല്ലേ ഇടേണ്ടതെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. അങ്ങനെ അല്ല കേട്ടോ, ഇത് വേറെ രീതിക്കാണ് നമ്മൾ വെക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് എല്ലാ ചിക്കനും നമ്മളിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഈ ചിക്കനൊന്ന് വേവിക്കണം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങത്തുള്ളൂ. ഈ നാടൻ കോഴി ആയതുകൊണ്ട് ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങത്തുള്ളൂ എന്നാണ് അമ്മമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമ്മളതെല്ലാം കൂടെ അമക്കി കുറച്ച് ഉപ്പും കൂടെ വിതറിയിട്ട് അത് നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിട്ട് അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതെന്തോ പച്ചമണം മാറാനെന്ന് എന്തോ പറഞ്ഞത് കേട്ടോ, അതെനിക്കറിയത്തില്ല. അതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോഴിയുടെ മുട്ട ഉണ്ടല്ലോ, നാടൻ കോഴി ആകുമ്പോഴത്തേക്ക് അതിനകത്ത് മുട്ട കാണും. ആ മുട്ട നമ്മൾ ഈ സമയത്താണ് ഇടുന്നത്. ഈ സമയത്ത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഉടഞ്ഞു പോകാതിരിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് വറുത്തരച്ച പൊടി. അത് വെള്ളം ചേർത്ത് അരച്ചത്, തേങ്ങ വറുത്തരച്ചത് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ച്, അതാണ് ഈ കറിയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുന്ന ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. ഓക്കെ, ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.